നമ്മൾ നോക്കാൻ പോകുന്നത് ലോഗരിതമിക് ഡിഫറൻസിയേഷനാണ്. എപ്പോഴാണ് നമ്മൾ ലോഗ് ഉപയോഗിച്ച് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുന്നത് എന്ന് നമ്മൾ പഠിക്കാൻ പോവാം. എവിടെയാണ് നമ്മൾ ലോഗ് ഉപയോഗിക്കേണ്ടത് അല്ലെങ്കിൽ ലോഗരിതമിക് ഫംഗ്ഷൻ എവിടെയാണ് ഉപയോഗിക്കേണ്ടത് എന്നാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. ഓക്കെ, വെൻ ദി പവർ ഓഫ് എ ടേം ഈസ് നോട്ട് എ കോൺസ്റ്റൻറ്റ്, ഒരു ടേമിൻ്റെ പവർ കോൺസ്റ്റൻ്റ് അല്ലാത്തപ്പോൾ ആണ് നമ്മൾ ലോഗരിതമിക് ഡിഫറൻസിയേഷൻ ഉപയോഗിക്കുന്നത്. അതായത് നമ്മൾ ഇത്രയും നേരം പഠിച്ചുകൊണ്ടിരുന്നത്, നമ്മളങ്ങനെ കമ്പയർ ചെയ്യണം. ഇത്രയും നേരം പഠിച്ചുകൊണ്ടിരുന്നത് എക്സ് സ്ക്വയർ, ഇതുണ്ടോ എക്സിൻ്റെ പവർ ഒരു കോൺസ്റ്റൻ്റ് ആണ്, 2 വന്നു, എക്സ് റേസ് ടു 4 അങ്ങനത്തെ ഉള്ള ഫംഗ്ഷനുകളെ ആണ് നമ്മൾ ഇത്രയും നേരം പഠിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇനിയുള്ള നമ്മുടെ കണക്കുകളുടെ പ്രത്യേകത അല്ലെങ്കിൽ ഈ ഫംഗ്ഷനുകളുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നമ്മുടെ ടേമിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് അല്ല, 1 2 3 അല്ല. അതിന് പകരം വേറൊരു ഫംഗ്ഷൻ ആയിരിക്കും. ഒന്നെങ്കിൽ ഇതാണ്ട് ലോഗ് എക്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു എക്സ് റേസ് ടു എക്സ് തന്നെ ആയിരിക്കും, 3 റേസ് ടു എക്സ്, ഇങ്ങനത്തുള്ള ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലോഗ് വെച്ചിട്ട് ലോഗ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ മനസ്സിലാക്കാൻ പറ്റണം. ക്വസ്റ്റ്യൻ മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മളിതൊന്നും പഠിച്ചിട്ടൊരു ഗുണവും ഇല്ല. ഓക്കെ, ഇപ്പം ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഒരു ടേമിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ മേലുള്ള സാധനം, പവർ എന്താകാത്തപ്പം ഒരു കോൺസ്റ്റൻ്റ് ആകാത്തപ്പോൾ ഉപയോഗിക്കുന്നതാണ് ലോഗരിതമിക് ഡിഫറൻസിയേഷൻ. നമുക്ക് 2-3 അതിൻ്റെ ഇത് നോക്കാം, ബേസിക് ഡെഫിനേഷൻസ് നോക്കാം. ഒന്നാമത്തത്, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാനുള്ളത്. ലോഗ് എ റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എൻ ലോഗ് എ എന്ന് വരും. അതായത് ഈ പവറിൽ വരുന്നവൻ താഴെ ഇറങ്ങും. അങ്ങനെ അങ്ങ് ലോഗ് ഉപയോഗിക്കുമ്പോൾ പവറിലുള്ളവരൊക്കെ താഴെ വരും എന്നങ്ങ് ഓർത്ത് വെക്കാം. ഓക്കെ, ലോഗ് ഉപയോഗിക്കുമ്പോൾ പവറിലുള്ളവരൊക്കെ താഴെ ഇറങ്ങി വരും, താന്ന് പാടാം. അപ്പം ലോഗ് എ റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എൻ ലോഗ് റേസ് ടു ലോഗ് എ, എൻ ലോഗ് എ എന്ന് വരും. ലോഗ് എ റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എൻ ലോഗ് എ എന്ന് വരും. ഇനി അടുത്ത ലോഗ് എ ബൈ ബി. ലോഗ് എ ബൈ ബി എന്ന് പറഞ്ഞാൽ ലോഗ് എ മൈനസ് ലോഗ് ബി എന്ന് വരും. ഇനി ലോഗ് എ ബി എന്ന് പറഞ്ഞാൽ ലോഗ് എ പ്ലസ് ലോഗ് ബി എന്ന് വരും. ഈ 3 ഇക്വേഷൻസാണ് നമ്മളിതിനകത്ത് പഠിച്ചു വെക്കേണ്ടത്. ഓക്കെ ആണേ. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഡിഫറൻഷിയേറ്റ് 3 റേസ് ടു എക്സ്. അപ്പോൾ നമ്മൾ നോക്കണം, 3യുടെ പവർ ഒരു കോൺസ്റ്റൻ്റ് അല്ല, പകരം വേറൊരു ടേം ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഉപയോഗിക്കേണ്ടതാണ് ലോഗരിതമിക് ഡിഫറൻസിയേഷൻ. അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം എന്നറിയാമോ? ആദ്യമേ 3 സ്റ്റെപ്പാണ് നമുക്ക് ഇത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഒന്ന്, നമ്മുടെ ക്വസ്റ്റ്യനെ നമ്മൾ വൈ എന്നങ്ങ് പുട്ട് ചെയ്യണം. നമ്മുടെ ക്വസ്റ്റ്യൻ ഇവിടെ ആരാ? 3 റേസ് ടു എക്സ് ആണ്. അവനെ നമ്മൾ വൈ എന്നങ്ങ് പുട്ട് ചെയ്തു. എന്നിട്ട് 2 സൈഡിലും ലോഗ് എടുക്കണം. എന്നിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ഓക്കെ, ഇത്രയും കാര്യം ഓക്കെ ആണേ. നമ്മുടെ ക്വസ്റ്റ്യനെ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? വൈ എന്ന് പുട്ട് ചെയ്യുക, എന്നിട്ട് 2 സൈഡിലും ലോഗ് അപ്ലൈ ചെയ്യുക, പിന്നെ ഡെറിവേറ്റീവ് എടുക്കുക. ഓക്കെ, ഇനി നമുക്ക് അറിയാം, ഇപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി ലോഗ് വൈ ലോഗ് 3 റേസ് ടു എക്സ്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ലോഗ് എ റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ വരും? എൻ ലോഗ് എ എന്ന് വരും. എൻ ലോഗ് എ എന്ന് വരത്തില്ലേ? അപ്പോൾ അതുപോലെ ഇവിടെ ഈ എക്സ് പവറിലുള്ള ആൾ എവിടെ വന്നു? പവറിലുള്ള ആൾ താഴെ വന്നു, എക്സ് ലോഗ് 3 എന്ന് വന്നു. ഓക്കെ, എക്സ് ലോഗ് 3 എന്ന് വന്നു. ഇനി നമുക്കറിയാം ഈ ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്തുവാന്ന് നമുക്കറിയാം, 1/x ആണെന്ന് നമുക്കറിയാം. ഓക്കെ, നമ്മളിവിടെ പക്ഷേ ലോഗ് വൈയെ വിത്ത് റെസ്പെക്റ്റ് എക്സ് ആണ് ഡെറിവേറ്റീവ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് 1/y എന്നും വരും. എക്സിന് പകരം ഇവിടെ വൈ അല്ലേ, അപ്പം 1/y എന്നും വരും. പിന്നെ നമ്മൾ വിത്ത് റെസ്പെക്റ്റ് എക്സ് ചെയ്യുന്നതുകൊണ്ട് ഒരു dy/dx കൂടി വരും. ഓക്കെ, നിങ്ങൾ ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ പഠിക്കാതാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ആദ്യമേ ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ പഠിച്ചിട്ട് ഈ വീഡിയോ കാണാൻ നോക്കണേ. അതിനകത്ത് ഈ വിത്ത് റെസ്പെക്റ്റ് ടു എക്സ് ഡെറിവേറ്റീവ് എടുക്കുന്ന കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം dy/dx ഓഫ് ലോഗ് വൈ. അപ്പോൾ എന്താണ്? 1/y dy/dx. ഇനി ഇവിടെ കണ്ടോ, ഇവിടെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എക്സ് ഒരു ഫംഗ്ഷന്, ലോഗ് 3 വേറൊരു ഫംഗ്ഷന്. അപ്പോൾ ഇതുവരെ മൾട്ടിപ്ലൈ ചെയ്ത് വെക്കും. അപ്പോൾ നമ്മളിവിടെ എന്ത് ഉപയോഗിക്കണം? പ്രോഡക്റ്റ് റൂൾ ഉപയോഗിക്കണം. ഉപയോഗിക്കാം. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്. ഈ ലോഗ് 3 എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണ്, ഒരു വാല്യൂ ഉള്ള ഒരു സാധനമാണ് ലോഗ് 3 എന്ന് പറയുന്നത്. അത് നിങ്ങൾ കാൽക്കുലേറ്റർ അടിച്ച് നോക്കിയാൽ മതി, ഒരു പർട്ടിക്കുലർ വാല്യൂ ഉണ്ട്. അപ്പോൾ അതിനെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്തായിട്ട് മാറും? അത് 0 ആയിട്ട് മാറും. അങ്ങനെ
ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്. log 3യുടെ ഡെറിവേറ്റീവ് 0 ആകും. പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ log 3 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 തന്നെ വരും. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടി 1/y dy/dx എന്ന് പറഞ്ഞാൽ log 3 എന്ന് കിട്ടി. നമുക്ക് ആരെയാണ് വേണ്ടുന്നത്? dy/dxനെ മാത്രം മതി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ 1/yയെ അപ്പുറത്ത് കൊണ്ടുപോകണം. അപ്പോൾ എന്താണ്? y log 3 എന്ന് വരും. ഇനി ഒരു ട്വിസ്റ്റ് ഉണ്ട്, നമ്മളിനി തിരിച്ചിട്ട് കൊടുക്കണം. നമ്മളിവിടെ y എന്ന് പറഞ്ഞ എടുത്ത ആരെയാ? 3 അപ്പോൾ ഇവിടെ വൈക്ക് വരെ ആരെ ഇട്ട് കൊടുക്കണം? 3 എന്ന് നമ്മൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ആൻസർ 3 log 3 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇത്രയും പഠിച്ച ഒന്നും കൂടി നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. അപ്പോൾ ഏത് സാഹചര്യത്തിലാണ് നമ്മൾ ലോഗരിതമിക് ഡിഫറൻസിയേഷൻ ഉപയോഗിക്കുന്നത്? ഒരു ടേമിൻ്റെ പവർ കോൺസ്റ്റൻ്റ് അല്ലാത്തപ്പോൾ ആണ് ലോഗരിതമിക് ഡിഫറൻസിയേഷൻ ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ പഠിച്ചു 3 ഇക്വേഷൻ പഠിച്ചു. log a⁻n n log a, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെഫിനേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് log a/b എന്ന് പറഞ്ഞാൽ log a മൈനസ് log bയും, log ab എന്ന് പറഞ്ഞാൽ log a പ്ലസ് log bയും ആണ് എന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ, ഇനി നമ്മൾ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാം? അതിന് 3 സ്റ്റെപ്പാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. 3 അല്ലെങ്കിൽ 4 സ്റ്റെപ്പെന്ന് വിചാരിച്ചോ, തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതും കൂടെ നമുക്ക് ഓർക്കാം. 4 സ്റ്റെപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? ആദ്യം നമ്മുടെ ക്വസ്റ്റ്യനെ y എന്ന് പുട്ട് ചെയ്യുക, രണ്ടാമത് 2 സൈഡിലും ലോഗ് കൊടുക്കുക, മൂന്നാമത് അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? വൈക്ക് പകരം വൈയിലായിരിക്കും നമ്മൾ ആൻസർ കിട്ടുന്നത്. അപ്പോൾ വൈക്ക് പകരം നമ്മൾ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ 4 സ്റ്റെപ്പുകൾ ഓർത്ത് ചെയ്യാം. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒന്നും കൂടി ചെയ്യാം. പിന്നെ ഇവിടെ നിങ്ങൾ ഓർക്കേണ്ട കാര്യം log 3 എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഇവിടെ പ്രോഡക്റ്റ് റൂൾ ഉപയോഗിക്കുമെന്നും log 3 ഒരു കോൺസ്റ്റൻ്റ് ആണ് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഓർത്തിരിക്കണം. ഓക്കെ, ഇനി അടുത്ത നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. x⁻ ഡെറിവേറ്റീവ് എടുക്കണം. ഫസ്റ്റ് നമ്മുടെ സ്റ്റെപ്പ് എന്തുവാ? നമ്മുടെ ക്വസ്റ്റ്യനെ എന്ത് ചെയ്യണം? പുട്ട് ചെയ്യണം. y എന്ന് പുട്ട് ചെയ്യണം. x⁻ നമ്മൾ y എന്ന് പുട്ട് ചെയ്തു. രണ്ടാമതായിട്ട് log 2 സൈഡ് അപ്ലൈ ചെയ്തു. ഇനി log a⁻n എന്ന് പറഞ്ഞാൽ n log a ആണ്. അതായത് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ കൊമ്പത്ത് കിടക്കുന്നവരൊക്കെ താഴെ ഇറങ്ങും. ലോഗ് വരുമ്പോൾ മുകളിലുള്ളവരെല്ലാം താഴെ ഇറങ്ങും. അപ്പോൾ നമുക്ക് ഈ എക്സിനെ നമ്മൾ എന്ത് ചെയ്യും? എക്സ് താഴെ ഇറങ്ങി, log x എന്ന് വന്നു. ഓക്കെ, വീണ്ടും ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യണം? ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പം dy/dx ഓഫ് log y എന്ന് വരും. log y dy/dx ഓഫ് log x എന്ന് വരും. വീണ്ടും ഇവിടെ എന്താണ് പ്രത്യേകത? പ്രോഡക്റ്റ് റൂള്. ഇനി അടുത്ത y വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡെറിവേറ്റീവ് എടുക്കുമ്പം log yയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു y 1/y ആണ്. പിന്നെ dy/dx കൂടി ഈസിക്കൽ ടു, പിന്നെ ഇവിടെ പ്രോഡക്റ്റ് റൂള് ഫസ്റ്റ് ഫംഗ്ഷൻ ടു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് log xൻ്റെ ഡെറിവേറ്റീവ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ log x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് dy/dx ഓഫ് എക്സ്. ഇത്ര എഴുതി. ഇനി നമ്മളിവിടെ അടുത്ത സ്റ്റെപ്പിൽ 1/y dy/dx ഈസിക്കൽ ടു എക്സ്. log xൻ്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം 1/x ആണ്. log x പ്ലസ് log x അതുകൊണ്ട് എഴുതി. dy/dx ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 1 ആണ്. ഓക്കെ, നമുക്ക് ഇത്രയും കിട്ടി. നമുക്ക് ഇതിനകത്തുനിന്ന് വേണ്ടുന്ന ആളാരാണ്? dy/dx. അപ്പോൾ dy/dx മാത്രം മതി. അപ്പോൾ ഈ 1/y നമ്മൾ അപ്പുറത്ത് കൊണ്ടുപോയി. അപ്പോൾ y ഇൻറ്റു 1/log x എന്ന് വരും. ഇനി നമ്മൾ നാലാമത്തെ സ്റ്റെപ്പ് എന്ത് ചെയ്യണം? തിരിച്ച് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഈ y എന്ന് പറഞ്ഞാൽ y എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യൻ, അതായത് നമ്മുടെ x⁻x അതിനെ ഇട്ട് കൊടുത്തു, നമ്മുടെ ആൻസറായി. ഇത്രയേ ഉള്ളൂ. സിമ്പിളല്ലേ? 4 സ്റ്റെപ്പ് ഓർമ്മയുണ്ടല്ലോ. എന്തൊക്കെയാണ്? ആദ്യമേ നമ്മൾ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യനെ y എന്ന് പുട്ട് ചെയ്യുക, ലോഗ് അപ്ലൈ ചെയ്യുക, ലോഗിൻ്റെ ഡെഫിനിഷൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക, ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, എന്നിട്ട് തിരിച്ച് y ക്വസ്റ്റ്യനകത്തോട്ട് റീപ്ലേസ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. log x. ഇതും അതുകൊണ്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കണം ഇത് എങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന്. x⁻log x. അപ്പോൾ എന്താണ്? അത് എക്സിൻ്റെ പവർ ഒരു കോൺസ്റ്റൻ്റ് അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ നമുക്ക് അറിയാം ഇത് എന്ത് വെച്ചിട്ടാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടത്? ലോഗ് വെച്ചിട്ടാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായി. അപ്പോൾ നമ്മൾ ആദ്യമേ നമ്മുടെ ക്വസ്റ്റിനെ y എന്ന് പുട്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ 2 സൈഡിലും ലോഗ് അപ്ലൈ ചെയ്തു. ലോഗ് അപ്ലൈ ചെയ്യുമ്പം മുകളിലുള്ളവർ എന്ത് വരും? മുകളിലുള്ളവരൊക്കെ താഴെ ഇറങ്ങും. ഓക്കെ, ഉയരത്തിലുള്ളവരെല്ലാം താഴെ ഇറങ്ങും. അപ്പോൾ ഈ log x എന്ത് ചെയ്ത് താഴെ വന്ന് log x ഇൻറ്റു log x എന്നായി.
അപ്പോൾ ഇതിങ്ങനെ log x log x സ്ക്വയർ എന്നൊന്നും എഴുതി വെക്കരുത്, അങ്ങനെയൊന്നും വെക്കരുത്. നമ്മൾ എന്ത് ചെയ്യണം, പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്ത് തന്നെ ഡെറിവേറ്റീവ് എടുക്കണം. ഓക്കെ, നമ്മളിവിടെ ഡെറിവേറ്റീവ് എടുക്കാൻ പോവുകയാണ്. log yയുടെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 1/y dy/dx ആണ്. ഇവിടെ നമ്മൾ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യുക. ഫസ്റ്റ് ഫംഗ്ഷൻ log x ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ്, log x ഡെറിവേറ്റീവ് 1/x, പിന്നെ പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ log x ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്, log x ഡെറിവേറ്റീവ് 1/x. അപ്പോൾ ഇതെന്ത് കിട്ടി, 2 log, ഇത് 2 പ്രാവശ്യം ഇല്ലേ, അപ്പോൾ 2 log x/x എന്ന് കിട്ടി. ഇതിനകത്ത് നമുക്ക് ആരെ മാത്രം മതി, dy/dx മാത്രം മതി. അപ്പോൾ ഈ 1/y അപ്പുറത്ത് കൊണ്ടുപോവാം. 1/y അപ്പുറത്ത് കൊണ്ടുപോകുമ്പം y ഇൻറ്റു 2 log x/x എന്ന് വരും. ഇനി നമ്മൾ നാലാമത്തെ സ്റ്റെപ്പ് എന്ത് ചെയ്യണം, y നമുക്ക് തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ x log x ആണ്. അപ്പോൾ അത് x log x ആണ്. നമ്മളതെന്ത് ചെയ്ത് തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. എന്തൊക്കെയാണെന്ന് പഠിച്ചതെന്ന് ഓർത്തെടുത്ത്. അപ്പോൾ നമ്മൾ 4 സ്റ്റെപ്പാണ് നമുക്കുള്ളത്. ആദ്യമേ നമ്മൾ ക്വസ്റ്റ്യൻ തിരിച്ചറിയണം. ക്വസ്റ്റ്യൻ തിരിച്ചറിയുന്നത് പറഞ്ഞാൽ ഒരു ടേമിൻ്റെ പവർ കോൺസ്റ്റൻ്റ് അല്ലാതെ വരുമ്പോഴാണ് നമ്മൾ ലോഗരിതമിക് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. അങ്ങനെ നമ്മൾ മനസ്സിലാക്കി, ക്വസ്റ്റ്യൻ മനസ്സിലാക്കി. ഇനി 4 സ്റ്റെപ്പാണ് നമുക്കുള്ളത്. ആദ്യം നമ്മുടെ ക്വസ്റ്റ്യനെ y എന്ന് പുട്ട് ചെയ്യുക. രണ്ടാമത് നമ്മൾ എന്ത് ചെയ്യുക, ലോഗ് അപ്ലൈ ചെയ്യുക. എന്നിട്ട് നമ്മൾ ലോഗിൻ്റെ ഡെഫിനിഷൻ വല്ലതും ഉണ്ടെങ്കിൽ അതങ്ങോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, എന്നിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ലാസ്റ്റ് വൈയുടെ സ്ഥാനത്തോട്ട് നമ്മുടെ ക്വസ്റ്റ്യന് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിനെക്കുറിച്ച് പറയാനായിട്ട്. ഇത് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചിട്ട് പോവുക. ഓക്കെ, താങ്ക് യു.